ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ മണ്ണൂത്തിയിലുള്ള അഖിൽ എക്സോട്ടിക്ക എന്ന് പറയുന്ന നഴ്സറിയിലാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫ്രൂട്ട് പ്ലാന്റ്സുകളും അതിൻ്റെ പ്രൈസും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നഴ്സറിയിലെ പ്രൈസും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു അവയർനെസ് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നിന്ന് ഓൺലൈനായിട്ടും ഡയറക്റ്റും വാങ്ങാനും പറ്റും കേട്ടോ. ഇതൊരു വെറൈറ്റി നാരകമാണ്, മാൾട്ട നാരകം. ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാനായിട്ട് അതുപോലെ തന്നെ അച്ചാറിടാൻ അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു നാരകമാണ്. അടിപൊളി. നിറയെ നാരങ്ങ ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതെ, ഇത് കണ്ട ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് കണ്ടോ. ഇത് നമ്മളുടെ ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് പ്ലാന്റ് ആണ്. കമു എന്ന് പറയും. നിറച്ച് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. വെള്ളപ്പൂവാണ്. ഇത് ഫ്രൂട്ട് ആവുമ്പോൾ യെല്ലോ കളറിൽ വരും, മഞ്ഞ കളറിൽ ഫ്രൂട്ട് കിട്ടും. അല്പം മധുരമല്ല, ചെറിയൊരു പുളി. അത് നിൽക്കുന്നത് 50-ൻ്റെ കണ്ടെയ്നറിലാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത് കൊടുക്കും. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ എവിടെ അബിയു ഉണ്ടായാലും നമ്മൾ അതിൻ്റെ പിന്നാലെ കുറച്ച് നേരം പോകും. അപ്പോൾ ഇതുമ്പോൾ ഇപ്പോൾ കായായി വന്നുള്ളൂ. ഇത് നിറയെ ഫ്ലവർ ആയിട്ടുണ്ട്. ഇതുപോലെ ഇതിൻ്റെ തണ്ടിലാണ് ഇതിൻ്റെ മുട്ട ഉണ്ടാവുന്നത് അല്ലേ, പൂമുട്ട ഉണ്ടാവുന്നത് അല്ലേ? അതെ. ഈ തടികളിലെല്ലാം നിറയെ പൂക്കും. കുറച്ചൊക്കെ കൊഴിഞ്ഞു പോവും. ഈ എല്ലാത്തിലും ഉണ്ട്. ഇത് കണ്ട. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത പറയാനാണെങ്കിൽ ഇത് ഇവിടെ വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കിക്കേ. അതൊരു ഗ്രോ ബാഗിലാണ്, ഒരു കവറിലാണ്. ഇതിപ്പോൾ പൊക്കിക്കൊണ്ട് വേണമെങ്കിൽ പോവാം. ആ രീതിയിലാണ് നമ്മുടെ അബിയു നിൽക്കുന്നത്. അബിയു ഒക്കെ നിറയെ കായ്ക്കട്ടെ. കട്ട്നട്ട് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഫ്രൂട്ട് പ്ലാന്റ് ആണോ? അതെ അല്ലേ, കോക്കനട്ടിന്റെ ടേസ്റ്റ് ആണ്. അതാണ് കട്ട്നട്ട് എന്ന് പേര് അല്ലേ? ഓ, കോക്കനട്ട് എന്നുള്ളത് മാറി കട്ട്നട്ടായി. ഇത് ഓയിൽലെസ് കാഷ്യൂ ആണ്. നമ്മുടെ കശുവണ്ടി തന്നെ പച്ചയ്ക്ക് കഴിച്ച് തിന്നാം. ഇത് മട്ടോവയുടെ തന്നെ ഡോർഫ് വെറൈറ്റി ആണ്. അപ്പോൾ അധികം ഹൈറ്റ് പോകത്തില്ലെന്നല്ലേ. അപ്പോൾ ഇത് നംനം എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിവിടെ ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത്. അതിവിടെ പൂത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെറിയ പൂ ആദ്യമായിട്ട് പൂ വന്നിട്ടുണ്ട്. ഇവിടെ കുഞ്ഞി പൂ വന്നിരിക്കുന്നത് കണ്ട. നല്ല ലീഫി പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഇതിൽ കായ്കളും ഉണ്ടാകും. അപ്പോൾ ഈ കാണുന്നത് ലോങ്ങൻ വെറൈറ്റീസ് ആണ് കേട്ടോ. അത് പല വെറൈറ്റി ഉണ്ട്. റെഡ് ഉണ്ട്. അതെ, ഇവിടെ റെഡ് ഉണ്ട് കേട്ടോ. റെഡ് ലോങ്ങൻ. റെഡ് ആണോ ബ്ലാക്ക് ആണോ ചേട്ടാ? അത് ബ്ലാക്ക് നമ്മളപ്പുറത്ത് കണ്ടായിരുന്നു. അതായത് സൂര്യനാം ചെറിയില്ല, അതിൻ്റെ റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. അങ്ങനെ പ്ലാന്റുകൾ ഗ്രോ ബാഗിൽ വെച്ചിരിക്കുകയാണ്. ഇത് എത്ര നാൾ കൊണ്ട് കായ്ക്കും? അതൊരു 2 വർഷം. ഇത് നമ്മുടെ അബിയു പ്ലാന്റ് ആണ്. ഇത് ഏകദേശം എത്ര രൂപയൊക്കെ വരും ചേട്ടാ? 600 രൂപ. അതെ അതെ. ഇത് മട്ടോവ പ്ലാന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി. അപ്പോൾ അതിനെ നമ്മൾ നട്ട് താഴെ മണ്ണിലാണ് നമ്മൾ നട്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നത് 50 ലിറ്ററിൻ്റെ ഡ്രമ്മിലാണ്. അപ്പോൾ നമ്മൾ നട്ടിട്ടും ഇതുപോലെ ഹൈറ്റിലേക്കൊക്കെ വന്ന് ഞാൻ അതിൻ്റെ തല കട്ട് ചെയ്ത് കളഞ്ഞ് ഒരു 4 ശിഖരമാക്കി നിർത്തിയിട്ടുണ്ട്. ഒരുപാട് ഹൈറ്റിലേക്ക് പെട്ടെന്ന് വളർന്നു പോണ ഒരു ചെടിയാണിത്. അപ്പോൾ അതിനെ ഒരു 4 ശിഖരമാക്കി അങ്ങനെ നിർത്തി നല്ല ഉഷാറിൽ നിൽപ്പുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫർണിച്ചറിന് യൂസ് ചെയ്യാവുന്ന നല്ല തടിയാണ്. കിട്ടും, മരം വിറ്റാൽ കാശ് കിട്ടുന്നതാണ്. പിന്നെ ഇതുമേ ഉണ്ടാവുന്ന ഫ്രൂട്ട് നല്ല ഫ്രൂട്ടാണ്, നല്ല ടേസ്റ്റി ഫ്രൂട്ടാണ്. അപ്പോൾ നമുക്ക് ഫ്രൂട്ട് കഴിക്കുകയും ചെയ്യാം. തല കട്ട് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ഹൈറ്റിലേക്ക് വളർന്നു പോകും. നമുക്ക് മരം വിറ്റ് കാശ് കിട്ടും. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ അഖിൽ എക്സോട്ടിക്കയിലെ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞ തവണ കൊണ്ടുപോയിട്ട് ഇതാണ്. നല്ല വലിപ്പത്തിലും നല്ല കാര്യത്തിലും വന്നിട്ടുണ്ട്. ഞാൻ ശിഖരമാക്കി കാരണം ഹൈറ്റ് ഒരുപാട് പോയിട്ടില്ല. അന്ന് ഹൈറ്റിലേക്ക് വരുമ്പോൾ ഞാൻ അതിനെ കട്ട് ചെയ്യും. അങ്ങനെ 4 ശിഖരമാക്കി നിർത്തിയിരുന്നു. നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് കുറച്ച് പ്ലാന്റുകൾ ഇതിനു മുമ്പ് കൊണ്ടുപോയി. ഏതൊക്കെയാണ് പ്ലാന്റുകളെന്ന് കറക്റ്റ് ഓർക്കുന്നില്ല. എന്നാലും അതെ, ആ പ്ലാന്റ് നമ്മൾ അവിടെ നിന്നുള്ള ആ ഒരു ചെറിയില്ലേ, ഈ ചെറി നമ്മൾ അവിടെ നിന്ന് കൊണ്ടുപോയി. അത് പൂത്ത് കായ്ച്ചു. ഇത് നമ്മുടെ ജാക്ക് ഫ്രൂട്ട് വെറൈറ്റി. ഇവിടെ എത്ര വെറൈറ്റി ജാക്ക് ഫ്രൂട്ട് ഉണ്ട്? ഇവിടെ ശങ്കര, ഇത് പ്രകാശ് ചന്ദ്ര, അത് കർണാടക ഗവൺമെൻറ്റിൻ്റെ. ഗംലസ്, പിന്നെ ഓൾ സീസൺ റെഡ്, ഓൾ സീസൺ പിങ്ക്, വിയറ്റ്നാം ജാക്ക്, പിന്നെ ബ്ലാക്ക് ജാക്ക്, മംഗള എയർലി ജാക്ക്, ഇത്രയും കോമൺ ആയിട്ടുണ്ട്. പിന്നെ ഇത് ഹണി ജാക്ക്, മുട്ടൻ വരിക്ക, തേൻ വരിക്ക, അതുപോലത്തെ വെറൈറ്റികളും ഉണ്ട്. നമ്മുടെ ഇവിടെ കൂടുതലായിട്ട് ആൾക്കാർ വെക്കാനായിട്ട് ഏറ്റവും ടേസ്റ്റ് ഉള്ളതായിട്ട് കരുതുന്നത് ഏതാണ്? ഏറ്റവും വിയറ്റ്നാം ആണ്, പക്ഷെ അതിന് നല്ലത് സിദ്ധുവാണ്. നമുക്ക് വ്യവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാനാണെങ്കിൽ കുറച്ച് എല്ലാവരും വാങ്ങിക്കുന്നത് പിന്നെ വിയറ്റ്നാം ജാക്കാണ്.
അപ്പോൾ ഇത് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ടാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടപ്പോൾ ഒരുപാട് പേര് മിറാക്കിൾ ഫ്രൂട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മിറാക്കിൾ ഫ്രൂട്ട് ഇതുവരെ വെച്ചിട്ടില്ലാത്തവർക്ക് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റുകളുടെ ഇത്രയും വലിപ്പത്തിലുള്ള പ്ലാന്റിന് ഇവിടെ 70 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് വലിയ റേറ്റിനൊക്കെ വാങ്ങിച്ചു എന്നും പറഞ്ഞ് എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതുകൂടി ഒന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പോംഗ്രാനൈറ്റ് അല്ലെങ്കിൽ മാതള നാരങ്ങ എന്ന് പറയില്ലേ, അതാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. അനാർ എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ അതിലൊക്കെ ഇവിടെ പൂത്ത് തുടങ്ങി നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഇത് 100 രൂപയുള്ളൂ ഈ പ്ലാന്റിന് കേട്ടോ. പൂക്കളും കായ്കളും ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ ബേറാപ്പിൾ ആണ്. അതിൻ്റെ സീഡ്ലെസ് ആയിട്ടാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അതേപോലെ തന്നെ ഇത് റെഡ് വെറൈറ്റിയാണ്, റെഡ് കളറാണ്. ഇതിന് പൂക്കളും കായ്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ഇതിന് 100 രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത്. ജയന്റ് പിന്നെ ജംബോ കാരംബോള എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങയുടെ വലിപ്പം ഉണ്ടാവും. ഇത് നല്ല സീറ്റാണ്, വളരെ വലുതാണ്. ഏകദേശം ഒരു 500 ഗ്രാമിന് വെയിറ്റ് ഉണ്ട്. പുതിയ വെറൈറ്റി ആണല്ലേ. ഇതിന് 500 റുപ്പീസോളം റേറ്റ് ഉണ്ട്. പൂവായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടുത്തെ കായ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഇരിക്കുന്നത് മുള്ളാത്തയുടെ തൈകളാണ് കേട്ടോ. ഒരുപാട് പേര് മുള്ളാത്തയുടെ ഇല അയച്ചു തരുമോ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. കുറേ ഔഷധ ഗുണമുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഒരു തൈക്ക് 40 രൂപയാണ് കേട്ടോ. 20 രൂപയ്ക്കുള്ള പ്ലാന്റ് വരെ ഉണ്ട്. കുറച്ചുകൂടി ചെറിയ കവറിലുള്ള പ്ലാന്റ് 20 രൂപയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. അല്ല ഇപ്പോൾ വന്ന് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഇവിടെ നിന്ന് അയച്ചും കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചേട്ടൻ്റെ നമ്പർ വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ പ്രൈസ് ലിസ്റ്റ്, ഇപ്പോൾ എല്ലാ പ്ലാന്റുകളുടെയും പ്രൈസ് നമുക്കിപ്പോൾ പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. പേരക്കയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് പേരക്ക തിന്നാൻ കിട്ടിയായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ചാമ്പ തൈകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് ഉള്ളിച്ചാമ്പ അല്ലെങ്കിൽ പിങ്ക് കളറിലെ ചെറിയ ചാമ്പങ്ങ ഉണ്ടാകുന്നതാണ്. ബെൽ ചാമ്പ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിന് 10 രൂപ 15 രൂപ ആ നിരക്കിലാണ് ഇതിൻ്റെ വലിപ്പം അനുസരിച്ച് വരുന്നത്. ഇത് റംബൂട്ടാൻ പ്ലാന്റുകളാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 200 രൂപയാണ്. ബഡ് ചെയ്ത തൈകളാണ് കേട്ടോ. ഇത് ലോങ് മൾബറി ഉണ്ട് കേട്ടോ. ലോങ് മൾബറി ഉണ്ട്. ഇതാണ് നമ്മുടെ ഓസ്ട്രേലിയൻ സെഡേർബ ചെറിയുടെ തൈകളാണ് കുറേ ഇരിക്കുന്നത്. 100 രൂപ മുതൽ നമുക്ക് പ്ലാന്റ് വാങ്ങിക്കാം കേട്ടോ. പിന്നെ അവിടെ ചാമ്പയൊക്കെ ഒരുപാട് ഇരിപ്പുണ്ട് കേട്ടോ. ചാമ്പ ഇതുണ്ടാ ആയിരിക്കുന്നതൊക്കെ ചാമ്പയാണ്. അപ്പുറത്ത് റെഡ് ചാമ്പ ഉണ്ടോ ഇവിടെ? ഉണ്ട്. ഫാൻസി അടയ്ക്കയുടെ തൈകളാണ് കേട്ടോ. ഹീരകള്ളി ഡോർഫ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. പിന്നെ ഇവിടെ കുറേ വിലിമ്പിപ്പുളി, മഞ്ഞ വിലിമ്പിപ്പുളി അല്ലേ. ഇത് ഒരുമാതിരി എല്ലാ ടൈപ്പ് പ്ലാന്റുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഗ്രാഫ്റ്റഡ് മാങ്കോസ്റ്റിനാണ്. ഇവിടെ ചട്ടിയിൽ വെച്ചിട്ട് നമുക്ക് എക്സാമ്പിൾ കാണാം. ഇതേപോലെ നമുക്ക് വളർത്താം. ഒരുപാട് ഹൈറ്റ് പോകില്ല അല്ലേ. നമ്മൾ പ്രൂൺ ചെയ്യണോ? പ്രൂൺ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. അതല്ലേ. ഒരു മരത്തിൽ 20 കായ വെച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സീസൺ ആകുമ്പോഴേക്കും നിറയെ കായ. റേറ്റ് കൂടുമെന്ന് മാത്രമേ ഉള്ളൂ. ചേട്ടാ, ഈ നഴ്സറിയിലേക്ക്, നമ്മുടെ അഖിൽ എക്സോട്ടിക്ക നഴ്സറിയിലേക്ക് വരാനുള്ള ഒരു ലൊക്കേഷൻ എങ്ങനെയാണ് വരുന്നതെന്നൊന്ന് പറയാമോ? നമ്മളെ നഴ്സറിയിലേക്ക് 2 രീതിയിൽ വരാം. ഒന്ന് നെട്ടിശ്ശേരി വഴി വരാം. അതെന്ന് പറഞ്ഞാൽ പിന്നെ മുക്കാട്ടുകര പള്ളി വഴി നേരെ വന്നു കഴിയുമ്പോൾ അവിടെ ഒരു ചട്ടി ഉണ്ടാക്കുന്ന ഒരു ഷോപ്പുണ്ട്, വിൻസ് പ്ലാസ്റ്റ്. അത് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഭാരത് ബീൻസിൻ്റെ ഷോറൂമുണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് തിരികെ അവിടെ ഒരു കുരിശടി, സെൻറ്റ് സെബാസ്റ്റിൻ്റെ കുരിശടി ഉണ്ട്. അവിടെ നിന്ന് 1.5 കിലോമീറ്റർ സ്ട്രേറ്റ് വന്നു കഴിയുമ്പോൾ ഒരു പാലമുണ്ട്, മാഹി പാലം എന്ന് പറയും. അതും കഴിഞ്ഞൊരു പാടം കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ അഖിൽ എക്സോട്ടിക്ക നഴ്സറി, അതിൻ്റെ കൂടെ SS നഴ്സറി, ബ്ലൂംസ്, ഗ്രീൻസ്, മോർണിംഗ് സ്റ്റാർ, അതിൻ്റെ ഇടയ്ക്കാണ് അഖിൽ എക്സോട്ടിക്ക സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ മണ്ണുത്തിൽ നിന്ന് വരുമ്പോൾ നേരെ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് നേരെ ലെഫ്റ്റ് തിരിയുക. അവിടെ നിന്ന് നേരെ വന്നു കഴിയുമ്പോൾ ഒരു 1.5 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ ഒരു പൂരം അച്ചാർ കമ്പനിയുടെ ജംഗ്ഷൻ ഉണ്ട്. അതിന് തൊട്ടരികെ തന്നെയാണ് അഖിൽ എക്സോട്ടിക്ക. കൂടുതൽ ചെടികളെ ഇനിയും നമുക്ക് പരിചയപ്പെടാനുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ടും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.